ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന ഒരു വീട് വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷൻ, 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയ കൂടിയാണ്. ലൊക്കേഷൻ വരെ എറണാകുളം ജില്ലയിലാണ്, കാക്കനാടിന് സമീപം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം ദൂരത്തായി പുക്കാട്ടുപടി എന്ന സ്ഥലത്താണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ പാറ്റേണിൽ പറഞ്ഞ 2 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 2 വീടുകളും 3 സെൻറ്റ് 600 ലിങ്സിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂമും ഒരു യൂട്ടിലിറ്റി റൂമായാണ് വീട് വരുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളെല്ലാം നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. വീണ്ടും മുൻവശത്തായി കടുപ്പാക്കല്ലുകളെല്ലാം വരച്ച് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 350 മീറ്റർ മാത്രം ദൂരവും, പാലാരിവട്ടത്തേക്ക് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളി ടൗണിലേക്കാണെങ്കിൽ 13 കിലോമീറ്റർ ദൂരവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ ദൂരവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് ഇതിനു വേണ്ടി നൽകിയിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഒരു പാളിയിലാണ് ഈ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം, ഫ്രഞ്ച് വിൻഡോകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ലൂവേഴ്സ് എല്ലാം നൽകി വാളുകൾ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും നെക്സ്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു 8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ ഈസിയായി നമുക്കിവിടെ ഉപയോഗിക്കാം. കോർണറിലായി ഒരു വാഷ് കൗണ്ടർ, ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സെറയുടെ സാനിറ്ററി ഇൻസോളാണ് കേട്ടോ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കിച്ചണാണ് കേട്ടോ. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് ഈ ഒരു കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു ബ്ലൂ കളറിലാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം നൽകിയിട്ടുള്ളത്. ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷന് വേണ്ടി പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് നൽകിയിരിക്കുന്നത്. റിമൂവ് ചെയ്താൽ ആക്ച്വലി കളർ ലഭിക്കുന്നതാണ്. ഇവിടുത്തെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ബെഡ്റൂമുകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. ടോട്ടലായി 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതേ പാറ്റേണിലുള്ള 2 വീടുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം അത്യാവശ്യത്തിന് തന്നെ നൽകിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കൺസീൽഡ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ആണ് കേട്ടോ. സ്റ്റെയർകേസ് എല്ലാം വുഡൻ പാറ്റേണുള്ള ടൈൽസ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലെല്ലാം GS കോട്ടൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നമുക്കിവിടെയും ഒരു TV യൂണിറ്റ് എല്ലാം അവൈലബിൾ ആണ്. 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഈ ഫാമിലി സ്പേസിൽ നിന്ന് എൻട്രി വരുന്ന 2 ബെഡ്റൂമുകളിലേക്കാണ്. മാത്രമല്ല ഒരു ബാൽക്കണിയും ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. പർഗോളകളെല്ലാം ചെയ്തിരിക്കുന്നു. നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ബെഡ്റൂമുകളാണ്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം എല്ലാം കൺസീൽഡ് ആയിട്ടാണ്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടുത്തെ ഡോറുകളെല്ലാം പോളിഷെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഫ്രഞ്ച് വിൻഡോകളെല്ലാം നൽകി ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. BLTC ഫാനുകൾ നൽകിയിരിക്കുന്നു.
മാത്രമല്ല വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ലൊരു തീമിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയും കൂടാതെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമാണ് കാണേണ്ടത്. യൂട്ടിലിറ്റി റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. വേണമെങ്കിൽ ഒരു ടേബിളെല്ലാം അറേഞ്ച് ചെയ്ത് സ്റ്റഡി റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലാണിത് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിലേക്ക് പോയാൽ മനോഹരമായ ബാൽക്കണി, കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ദർശനം വരുന്ന ബാൽക്കണിയാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 3.5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഒരു യൂട്ടിലിറ്റി റൂമായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാൻ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.